നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളിലും നടപടികളിലുമൊക്കെ ഇപ്പോൾ ആകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്നത് ചൈനയാണ്. പിടിച്ചു നിൽക്കാൻ പല രാജ്യങ്ങളുടെയും സഹായം തേടുകയാണ് ഇപ്പോൾ ചൈന. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ സഹകരണം ചൈന ആവശ്യപ്പെട്ടതൊക്കെ നമ്മൾ കണ്ടതാണ്. വർദ്ധിച്ചു വരുന്ന വ്യാപാര സംഘർഷങ്ങൾക്കിടയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് ഇറക്കുമതിയുടെ നിശ്ചിത തീരുവ 104% ഉയർത്തിയിരുന്നു. ഇതോടെ അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് താരിഫ് വർദ്ധിപ്പിച്ച് ചൈന തിരിച്ചടിച്ചിട്ടുമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് US താരിഫ് ദുരുപയോഗത്തെ ചേർക്കുന്നതിൽ ഇന്ത്യ കൈകോർക്കണമെന്ന് ചൈന ഇന്ത്യയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇറക്കുമതി തീരുവ 125% ഉയർത്തിയ US നടപടിയിൽ ചൈന എന്ത് നടപടി സ്വീകരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. മുൻപ് തീരുവ ഉയർത്തിയപ്പോഴെല്ലാം കടുത്ത ഭാഷയിൽ തന്നെ US-ന് ചൈന മറുപടി നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ വെല്ലുവിളിയിൽ ഒരടി പോലും പിന്നോട്ട് പോകാൻ ചൈന തയ്യാറാകില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വെല്ലുവിളിക്കുകയാണെങ്കിൽ പിന്നോട്ടില്ലെന്നും തെറ്റായ തീരുമാനവുമായി മുൻപോട്ട് പോകാനാണ് US-ന്റെ നീക്കമെങ്കിൽ ചൈന അവസാനം വരെ പോരാടുമെന്നും മുൻപ് ചൈന വ്യക്തമാക്കിയിരുന്നു. മറ്റ് രാജ്യങ്ങൾക്ക് മേലുള്ള ഇറക്കുമതി തീരുവ 90 ദിവസത്തേക്ക് മരവിപ്പിക്കുകയാണെന്ന് ബുധനാഴ്ച രാത്രി ട്രംപ് ഭരണകൂടം വ്യക്തമാക്കിയിരുന്നു. വിപണിയിലെ കനത്ത തിരിച്ചടിയുടെ പശ്ചാത്തലത്തിലായിരുന്നു ഈ തീരുമാനം. എന്നാൽ ചൈനയ്ക്ക് മേലുള്ള തീരുവ തുടരുമെന്ന് US അറിയിച്ചു. മാത്രമല്ല, തീരുവ 125% വർദ്ധിപ്പിക്കുകയാണെന്നും US വ്യക്തമാക്കിയിരുന്നു. ചൈനയ്ക്ക് മേൽ ഇത് 3ാം തവണയാണ് US പകരച്ചുങ്കം ഏർപ്പെടുത്തുന്നത്. വ്യാപാര യുദ്ധം കനക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം ചൈനയ്ക്കുള്ള തീരുവ 104% US ഉയർത്തിയിരുന്നു. ഇതിന് അതേ നാണയത്തിൽ തന്നെ ചൈന മറുപടി നൽകുകയും ചെയ്തു. US-ന് 84% തീരുവ ഏർപ്പെടുത്തിയായിരുന്നു തിരിച്ചടിച്ചത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഇത് നിലവിൽ വരുമെന്ന് ചൈന അറിയിച്ചിരുന്നു. ഈ പ്രഖ്യാപനം നടത്തിയ മണിക്കൂറുകൾക്കകമാണ് US ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് വീണ്ടും തീരുവ ഉയർത്തിയത്. മുൻപ് തീരുവ ഉയർത്തിയപ്പോഴെല്ലാം കടുത്ത ഭാഷയിൽ തന്നെയാണ് US-ന് ചൈന മറുപടി നൽകിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ വെല്ലുവിളികൾ ഒരടി പോലും പിന്നോട്ട് പോകാൻ ചൈന തയ്യാറാകില്ലെന്നുള്ളത് വ്യക്തമാണ്. അതേസമയം US-ന്റെ പുതിയ നീക്കം അവർക്ക് തന്നെ വലിയ തിരിച്ചടി തീർക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ചൈന അമേരിക്കയെ ആശ്രയിക്കുന്നതിനേക്കാൾ കൂടുതൽ അമേരിക്ക ചൈനയെ ആശ്രയിക്കുന്നുണ്ട്. സ്മാർട്ട് ഫോണുകൾ, കമ്പ്യൂട്ടറുകൾ, കളിപ്പാട്ടങ്ങൾ തുടങ്ങിയ ഉപഭോക്തൃ വസ്തുക്കളെല്ലാം ചൈനയിൽ നിന്നാണ് US ഇറക്കുമതി ചെയ്യുന്നത്. എന്നാൽ ചൈനയാകട്ടെ പ്രധാനമായും US-നെ ആശ്രയിക്കുന്നത് വ്യാവസായിക സാമഗ്രികൾ, സോയാബീൻ, ഫോസിൽ ഇന്ധനങ്ങൾ, ജെറ്റ് എഞ്ചിനുകൾ എന്നിങ്ങനെ ഉപഭോക്താക്കളെ നേരിട്ട് ബാധിക്കാത്ത ഉൽപ്പന്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് വില ഉയർത്താൻ അത് വലിയ ബാധ്യത ചൈനയിലെ സാധാരണ ജനങ്ങൾക്ക് മേൽ ബാധിക്കില്ല. അതേസമയം പകരച്ചുങ്കത്തിന്റെ പശ്ചാത്തലത്തിൽ ചൈന മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. 2018 US ചൈനയ്ക്ക് മേൽ ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയപ്പോൾ ബ്രസീൽ പോലുള്ള രാജ്യങ്ങളായാണ് ചൈന കൂടുതലായി ആശ്രയിച്ചിരുന്നത്. അതിനിടെ ചൈനയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന നിലപാടിലാണ് US. ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിനെ ട്രംപ് പുകഴ്ത്തുകയും ചെയ്തു. ഷി നല്ല നേതാവാണെന്നും മികച്ച കരാറുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് ട്രംപ് പറയുന്നത്. ഇനി എന്തൊക്കെയായാലും വ്യാപാര യുദ്ധത്തിൽ പല നിർണായക തീരുമാനങ്ങളും ഉണ്ടായേക്കാം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.